ഏഴാമത്തെ ശ്ലോകം. ഏവം ഭൂതതയാ ഹി ഭക്ത്യവിഹിതോ യോഗ സ യോഗദ്വയാത്. ഏവം ഭൂതതയാ ഹി ഭക്തി അഭിഹിതോ യോഗഃ സ യോഗദ്വയാത്. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗഃ സ യോഗദ്വയാത്. കർമ്മജ്ഞാനമയാത് ദിശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ. കർമ്മജ്ഞാനമയാത് ദിശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ. സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ. സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ. ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാ വല്ലഭാ. ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാ വല്ലഭാ. ഈ ശ്ലോകത്തിലും അധികം പദം മുറിക്കാനൊന്നുമില്ല. ഏവം ഭൂതദയാ ഹി ഭക്തി അഭിഹിതോ, അതാണ് ഭക്ത്യഭിഹിതോ എന്നുള്ള വാക്ക്. യോഗഃ സ യോഗദ്വയാത്, യോഗസ്സ യോഗദ്വയാത് എന്നും വായിക്കാം. യോഗഃ ആ വിസർഗം ഉടന്നു പോയാൽ സ രണ്ടായിട്ട് ഇരട്ടിക്കും. അപ്പൊ യോഗസ്സ യോഗദ്വയാത് എന്ന് വായിക്കാം. ഏവം ഭൂതദയാ ഹി ഭക്തി അഭിഹിതോ ഭക്ത്യഭിഹിതോ യോഗഃ സ യോഗദ്വയാത്, യോഗസ്സ യോഗദ്വയാത്. കർമ്മജ്ഞാനമയാത് ദൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ. സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ. സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ. ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാ വല്ലഭാ. ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാ വല്ലഭാ. ഇനി ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഒന്ന് നോക്കാം. ഏവം ഭൂതദയാ ഹി, ഭഗവദ്രൂപ ശ്രവണമെന്നാദികളെ കൊണ്ട് ഇമാദ്രി ചിത്രം ചിത്തം ആദ്രീഭാവം അനുഭൂതമായത് കൊണ്ട് തന്നെയാണ് ചിത്രം ചിത്തം ആർദ്രീഭവിക്കുക, ഉരുകുക എന്നർത്ഥം. അപ്പോൾ ഒരു അനുഭൂതി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. യോഗീശ്വരേർ ഭക്തിഭി ഹിതഃ സ യോഗഃ. വ്യാസാദി നാരദാദി യോഗീശ്വരന്മാർ ഭക്തി എന്ന് പറയപ്പെടുന്ന യോഗം കർമ്മജ്ഞാനമയാത് യോഗദ്വയാത്, കർമ്മയോഗം ജ്ഞാനയോഗം എന്നറിയപ്പെടുന്ന മറ്റ് രണ്ടു തരം ഭഗവത് പ്രാപ്തി മാർഗങ്ങളെക്കാളും ദൃശോത്തമതരഃ വിരിഗീയതേ അത്യുത്തമമാണെന്ന് പാടിപ്പുഴത്തിപ്പോരുന്നത്. ഹേ രമാവല്ലഭ, ഹേ ശ്രീദേവിക്ക് പ്രിയതമനായ ഭഗവാനെ, സൗന്ദര്യൈക രസാത്മകേ, സൗന്ദര്യമെന്ന ഒരേ ഒരു രസമാകുന്ന ത്വയി ഖലു സ്വരൂപത്തോടുകൂടിയ അങ്ങയിൽ ഇന്ദിരിവിടിയിൽ പ്രേമപ്രകർഷാത്മികാ ഭക്തി, പരമപ്രീതിരൂപമായ ഭക്തി വിശ്വപുരുഷൈ നിശ്രമം ഏവ ലഭ്യ, സാധാരണക്കാർക്കെല്ലാം തന്നെ ശ്രമം കൂടാതെ സ്വാഭാവികമായി കൈവരുന്നതാണ് എന്ന് പറയാണ്. ഭക്തിയുടെ മഹാത്മ്യത്തെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയുന്നത്. ഭഗവാന്റെ രൂപം കാണുക, കണ്ട ശേഷം അതിനെ വർണ്ണിക്കുന്ന സമയത്ത് ചെവി രണ്ടും കൊണ്ട് കേൾക്കുക, കേട്ട ശേഷം അതിനെ കീർത്തനം ചെയ്യുക, പിന്നെ മനനം ചെയ്യുക, സ്മരണം ചെയ്യുക. ഇമ്മാരിയുള്ള സമയത്ത് നമ്മുടെ ചിത്തം എന്തായിത്തീരും? ആർദ്രീഭവിക്കും, അത് ഉരുകാൻ തുടങ്ങും. ആ ഒരു അനുഭൂതി എന്ന ഭാവം നമ്മളിൽ വരും എന്നാണ് പറയുന്നത്. വ്യാസൻ നാരദാദി യോഗീശ്വരന്മാർ ഭക്തി എന്ന് പറയപ്പെടുന്ന ഒരു യോഗമാണത്രേ. ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അപ്പോ
കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്. ഇതൊക്കെ വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള യോഗങ്ങൾ തന്നെയാണ്. പക്ഷേ ഭക്തിയുടെ മാർഗമാണ്, ഭക്തിയോഗമാണ് അത്യുത്തമമെന്ന് ഈ മഹർഷീശ്വരന്മാർ, യോഗീശ്വരന്മാരൊക്കെ പാടിപ്പുകഴ്ത്തിപ്പോരുന്നുണ്ടല്ലോ. ഗുരുവായൂരപ്പ, അങ്ങാണെങ്കിലോ ശ്രീദേവിക്ക് പ്രിയതമനാണ്. സൗന്ദര്യമെന്ന ഒരേ ഒരു രസമാകുന്ന സ്വരൂപത്തോടു കൂടിയവനാണ് അങ്ങ്. അങ്ങയിൽ പരമപ്രീതി രൂപമായ ഭക്തി സാധാരണക്കാർക്കെല്ലാം, നമ്മെ പോലുള്ളവർക്കെല്ലാം ശ്രമം കൂടാതെ, പ്രയാസം കൂടാതെ സ്വാഭാവികമായി തന്നെ കൈവരുമല്ലോ എന്ന് പറയുന്നു. അപ്പൊ നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ് ഗുരുവായൂരപ്പന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് കർമ്മയോഗവും പറ്റില്ല, ജ്ഞാനയോഗവും പറ്റില്ല, ഭക്തിയോഗമാണ് പറ്റുക. അപ്പൊ ഭക്തിയോഗത്തിനുള്ള എളുപ്പമാർഗം എന്താണ്? ഭക്തി എങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാം? ഭഗവാനെ പോയി കാണുക. അയ്യോ ഗുരുവായൂരപ്പ, എനിക്കങ്ങനെ ഗുരുവായൂർക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. വേണ്ട, വീട്ടിൽ നിന്ന് വിളിച്ചോ, ഞാൻ നിന്റെ മുന്നിൽ വരുമല്ലോ എന്നാണല്ലോ ആദ്യത്തെ ദശകത്തിൽ നമുക്ക് ഭട്ടതിരിപ്പാട് പറഞ്ഞു തന്നതല്ലേ. നമ്രാണാം സന്നിധത്തെ, നീ എവിടുന്ന് നമസ്കരിച്ചാലും നിന്റെ മുമ്പിൽ ഗുരുവായൂരപ്പൻ എത്തും എന്നുള്ളതാണ് ഭട്ടതിരിപ്പാടിന്റെ സത്യമായ വാക്ക്. ആ സത്യമായ വാക്കിനെ ഗുരുവായൂരപ്പൻ നിറവേറ്റി തരുകയും ചെയ്യും. കാരണം ഭക്തന്മാരുടെ വാക്ക് ഭഗവാന്റെ വാക്കോളം പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപത്തെ നല്ലപോലെ ആസ്വദിക്കുക. നമ്മുടെ വീട്ടിൽ ഗുരുവായൂരപ്പന്റെ നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ വാങ്ങി വെച്ച് കേശാദിപാദം പാദാദികേശം ഇങ്ങനെ കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കണം. അവസാനം ആ ചുണ്ടിൽ പുഞ്ചിരിയിൽ മനസ്സിനെ നിർത്തണം എന്നൊക്കെയാണ് ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു അഭ്യാസം കൊണ്ട് തന്നെ നമുക്ക് ഈ വലിയൊരു ലാഭം കിട്ടുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്, അല്ലേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അതിനെയാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. ഭഗവാനെ ആ സാധാരണക്കാർക്കെല്ലാം, നമ്മളെ പോലുള്ളവർക്കെല്ലാം സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടും കൂടാതെ, പ്രയാസവും കൂടാതെ, പ്രയത്നം കൂടാതെ കൈവരിക്കാവുന്ന ഒരു യോഗമല്ലേ ഭക്തിയോഗം എന്നാണ് ഭക്തിയോഗത്തെ കുറിച്ച് ഭട്ടതിരിപ്പാട് ഇവിടെ വാചാലനായി പറയുന്നത്. ഏവം ഭൂതതയാഹി ഭക്ത്യവിഹിതോ യോഗ സയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഋഷോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർനിശ്രമം ഏവ വിശ്വപുരുഷൈർ ലഭ്യ രമാവല്ലഭ. ഇനി 8ാമത്തെ ശ്ലോകം. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം. തദ്ദൂരേത്യഫലം യതൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ. തദ്ദൂരേത്യഫലം യതൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ. തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ. തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ. ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. വാസ്തവത്തിൽ ഈ ശ്ലോകത്തിൽ ഒന്നും പദമേ മുറിക്കാനില്ല, വളരെ എളുപ്പത്തിൽ എല്ലാം പറ്റുന്നുണ്ട്, അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം നോക്കിയാലോ. നിഷ്കാമം യതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം. നിഷ്കാമം, ഒരാഗ്രഹവും കൂടാതെ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് നിഷ്കാമം. കാമം പറഞ്ഞ ആഗ്രഹം, ആഗ്രഹം കൂടാതെ ചെയ്യുന്ന പ്രവൃത്തി, അത് ആ പ്രവൃത്തികൾ ചെയ്യണം. ഏത് പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്? നിയതസ്വധർമ്മചരണം, നിത്യനൈമിത്തിക കർമ്മങ്ങളെ വിധിപ്രകാരം സ്വധർമാനുഷ്ഠാനം എന്ന യാതൊന്ന്, അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അതായത് റിസൾട്ട്, ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, ഇവയൊക്കെ വിധിപ്രകാരം സ്വധർമ്മത്തിന് സ്വധർമ്മമായി അനുഷ്ഠിച്ചും കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത് എന്ന് പറയുന്നു. ഏത് കർമ്മം പറഞ്ഞാല്
നിത്യേന ചെയ്യുന്ന കർമ്മങ്ങൾ രാവിലെ എണീക്കണം, പല്ല് തേക്കണം, കുളിക്കണം, കാപ്പിയോ ചായ കുടിക്കണം, പിന്നെ നമുക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണം. രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണം, കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ അവരെ ഒരുക്കി പറഞ്ഞു വിടണം, ഭർത്താവിനെ ഒരുക്കി പറഞ്ഞു വിടണം, വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കണം. ഈ ജോലിക്കാണ് നിത്യകർമ്മം എന്ന് പറയുന്നത്. നൈമിത്യകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കോ പിറന്നാളോ അല്ലെങ്കിൽ അവരുടെ മരണമോ, ആസ്പത്രിയിൽ ഒരാൾ കിടക്കുന്നുണ്ട് എന്നൊക്കെ വാർത്ത കേട്ടാൽ നമ്മളൊക്കെ പോവാറില്ലേ? അതിനെയാണ് നൈമിത്തിക കർമ്മം. ഇതൊക്കെ സ്വധർമ്മമായിട്ട് അനുഷ്ഠിക്കണം. അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുക. അത് ദൂരീത്യഫലം. പക്ഷേ ആ കർമ്മയോഗം കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല എന്നാ പറയുന്നത്. എന്താ കാരണം? ഒരുപാട് കാലം ആ കർമ്മങ്ങളൊക്കെ ധർമാനുഷ്ഠാനത്തോടു കൂടി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലേ അതിൻ്റെ ഫലം, റിസൾട്ട് കൈവരികയുള്ളൂ. പിന്നെ പുനഹായ ഔപനിഷത് ജ്ഞാനോപലഭ്യം. പിന്നെ ഉപനിഷത്തുക്കളിൽ നിന്ന് കിട്ടുന്ന തത്വജ്ഞാനമാകട്ടെ, ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടുന്ന തത്വജ്ഞാനമാകട്ടെ, തതു അവ്യക്തതയാ ചിത്തസ്യ സുദുർഗമതരം. ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമല്ലാത്തത് മൂലം മനസ്സിന് പിടികിട്ടാൻ പ്രയാസമേറിയതാണ്. ബ്രഹ്മത്തെ ധ്യാനിക്കൂ, ബ്രഹ്മത്തെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ബ്രഹ്മത്തെ ധ്യാനിക്കും? നമുക്കൊരു പിടിപാടുണ്ടല്ലോ. സുന്ദരമായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ രൂപം, അല്ലെങ്കിൽ ഭഗവതിയുടെ രൂപം, ഗണപതിയുടെ രൂപം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് എളുപ്പം സാധിക്കും ഇല്ലേ? നമുക്ക് പരിചയമുള്ള രൂപങ്ങളാണ്. ഈ ബ്രഹ്മം എന്നുള്ളതിനെ കേട്ടിട്ടുന്നല്ലാതെ യാതൊരു പരിചയമില്ലാത്ത അതിനെക്കുറിച്ച് ധ്യാനിക്കൂ, അതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്നൊക്കെ പറഞ്ഞാലോ. അതുകൊണ്ടാണ് അതിനെ അവ്യക്തം, സുദുർഗമതരം എന്നൊക്കെ, വളരെ പ്രയാസമേറിയതാണ്, മനസ്സിന് പിടികിട്ടാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറയുന്നത്. ഹേ വിഭോ തസ്മാത് പ്രേമാത്മക ഭക്തി യപഹ. അതുകൊണ്ട് വിഭോ, സമർത്ഥനായ, എല്ലാറ്റിലും ചെയ്യാൻ സാമർഥ്യമുള്ള ഗുരുവായൂരപ്പ, അങ്ങയെക്കുറിച്ചുള്ള ഭക്തി തന്നെയാണ് സതതം സ്വാദീയസി ശ്രേയസി, എപ്പോഴും അതിമധുരവും ശ്രേയസ്കരവുമായിട്ടുള്ളത്. സ്വാദീയസി എന്ന് പറഞ്ഞത് അത്രയും സ്വാദോട് കൂടിയത്, അതിമധുരം. അങ്ങനെയുള്ള ആ ഭക്തി കിട്ടാനാണ് നമ്മൾ ഓരോരുത്തരും പ്രയത്നപ്പെടേണ്ടത്. ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാട് പറയുന്നു, ഹേ ഗുരുവായൂരപ്പ, അങ്ങ് ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം ഉള്ള യോഗമാർഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ തിരുവടിയിലെത്താൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം, ഒരു വഴി, അങ്ങയുടെ ആ ഒരു ഉത്തമ ഭക്തൻ എന്നുള്ള പേര് കിട്ടാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഏതാണ്? ഭക്തിമാർഗമാണ്. അത് എനിക്ക് തരണേ, വളരെ വേഗം തരണേ എന്ന് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ആ ഭക്തനോടുകൂടി പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പ, ഭക്തിയോഗത്തെ തരൂ. പക്ഷേ ഭഗവാൻ പറയാണത്രേ, ഭാഗവതത്തിൽ പറയുന്നുണ്ട്, മോക്ഷം വേണമെങ്കിലും തരും, ഭക്തി എത്ര വേഗം തരില്ല കേട്ടോ. വളരെ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഭക്തിയോഗത്തിലേക്ക് അർഹരാവുക എന്ന് പറയുന്നുണ്ട്. ഏതായാലും വളരെ എളുപ്പമായിട്ടുള്ള മാർഗമാണത്. ആ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ നമ്മളെ ഓരോരുത്തരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഈ ശ്ലോകം ഒന്നുകൂടെ വായിച്ചിട്ട് ഭഗവത്പാദത്തിൽ സമർപ്പിക്കാം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദഃ ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം.